സൂര്യകുമാറിന്റെ ക്യാച്ചാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് ട്രെൻഡിങ് ആവുന്നത്. സൂര്യയുടെ ക്യാച്ച് ഔട്ടല്ലെന്നാണ് ക്രിക്കറ്റ് ലോകം വാദിക്കുന്നത്. അതിന് അവർ തെളിവുകളും നിരത്തുന്നുണ്ട്. സൂര്യ ക്യാച്ച് എടുക്കുമ്പോൾ ബൗണ്ടറിയുടെ റോപ്പ് നീങ്ങിയിരുന്നു. സൂര്യകുമാർ സ്വയമേ നീക്കിയെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ICC ഇത് അന്വേഷിക്കണം. ഫൈനൽ വീണ്ടും റീമാച്ച് നടത്തണം. ഇതൊക്കെയാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. ഇതിനെപ്പറ്റി ഇപ്പോൾ ICC പറഞ്ഞിരിക്കുകയാണ്. ICC പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ICC ചെയർമാൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഫൈനൽ വീണ്ടും നടത്താൻ സാധിക്കില്ല. സൂര്യയുടേത് ക്യാച്ച് തന്നെയായിരുന്നു. ബൗണ്ടറി റോപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി വരാറുണ്ട്. അത് ഓരോ മാച്ചിന് മുന്നേയും അങ്ങനെ മാറി കിടക്കുന്നതാണ്. ഞങ്ങളത് ശരിക്ക് കണ്ടിട്ടില്ല. അല്ലാതെ സൂര്യ അത് സ്വമേധയാ മാറ്റിയതല്ല. ബൗണ്ടറി റോപ്പ് മാറി കിടക്കുന്നത് ശരിക്ക് തെറ്റ് തന്നെയാണ്. പക്ഷേ അത് ഗ്രൗണ്ട് സ്റ്റാഫാണ് ശ്രദ്ധിക്കേണ്ടത്. അവരത് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് അത് നീങ്ങി കിടന്നത്. അതുകൊണ്ട് ഫൈനൽ വീണ്ടും നടത്താൻ സാധിക്കില്ല. കളി ഇന്ത്യ ജയിച്ചതാണ്. വേൾഡ് കപ്പും ഇന്ത്യ കൊണ്ടുപോയി. ഇനി ഫൈനൽ വീണ്ടും നടത്തണമെന്ന് ആവശ്യപ്പെടുന്നത് ശരിക്കും ഒരു മണ്ടത്തരമാണ്. ഇതുപോലത്തെ പ്രസ്താവന ഇനി ആരും തന്നെ പറയേണ്ട കാര്യമില്ല. ICCയുടെ റൂൾസ് ശരിക്കും പാലിച്ച് തന്നെയാണ് ഫൈനൽ മാച്ച് നടന്നിരിക്കുന്നത്. ബൗണ്ടറി റോപ്പ് നീങ്ങിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നുണ്ട്. ഇനി മത്സരങ്ങൾ നടത്തുമ്പോൾ ICC കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് പഠിക്കുമെന്ന് ICC ചെയർമാൻ വ്യക്തമാക്കി. പാകിസ്ഥാൻ അടക്കമുള്ള മറ്റു രാജ്യങ്ങൾ സൂര്യകുമാറിന്റെ ആ ക്യാച്ചാണ് ഇപ്പോൾ പൊക്കി പറയുന്നത്. അല്ലാതെ ഇന്ത്യ കപ്പ് നേടിയതിൽ അവർക്ക് അസൂയ കൊണ്ടല്ല. വേറൊരു കാരണവും അവർക്ക് പറയാൻ സാധിക്കുന്നില്ല. സൂര്യ ക്യാച്ച് എടുക്കുമ്പോൾ ബൗണ്ടറിയുടെ റോപ്പ് നീങ്ങിയിരുന്നു. അത് നമ്മൾ TV സ്ക്രീനിൽ കണ്ടതാണ്. അത് കളി തുടങ്ങുന്നതിന് മുൻപ് തന്നെ അങ്ങനെ നീങ്ങിയതാണ്. അല്ലാതെ സൂര്യ മനഃപൂർവ്വം മാറ്റിയതല്ല. എന്തായാലും ഇന്ത്യ വേൾഡ് കപ്പ് സ്വന്തമാക്കി. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. ഒരിക്കലും ഫൈനൽ റീമാച്ച് ഉണ്ടായിരിക്കില്ല. ICCയുടെ ഉത്തരം കേട്ടപ്പോൾ എല്ലാവർക്കും സമാധാനമായി. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.